പാലക്കാട് മലമ്പുഴയിൽ ചതുപ്പിൽ പൊറിഞ്ഞ കാട്ടുപോത്ത് ചത്തു. മലമ്പുഴ സ്വദേശി അയ്യപ്പൻ പോറ്റിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപോത്തെത്തിയത്. പാലക്കാട് മലമ്പുഴ അയ്യപ്പൻപട്ടിയിലാണ് കാട്ടുപോത്ത് ഇത്തരത്തിൽ ചെളിയിൽ പൂണ്ട നിലയിൽ കണ്ടത്. ഏറെ നേരം അതിന് ജീവനുണ്ടായിരുന്നു. അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കാട്ടുപോത്ത് ചത്തത്. ഈ നാട്ടുകാരാണ് ഒരു കൃഷിയിടത്തിലെ ചതുപ്പിൽ ഇങ്ങനെ കാട്ടുപോത്ത് വെട്ടിക്കിടക്കുന്നതായിട്ട് ആദ്യം കാണുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഒന്നും സാധിച്ചില്ല. ഒരുപാട് അതിനെ രക്ഷിക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. ഒന്നുമില്ല. ഇല്ല അത് നമുക്കത് എനിക്ക് തോന്നുന്നു ഇന്റേണലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് സ്ത്രീ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഇന്റേണലായിട്ട് എന്തെങ്കിലും ഹാമറേജ് ഉണ്ടോ, ഗർഭമാണോ, നമ്മൾ തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ല, അത് തൊട്ടുചേരാൻ നമുക്ക് വനം തന്നെയാണ്. വളരെ അപൂർവമായിട്ടാണ് ഇവിടെ കാട്ടുപോത്ത് വരുന്നതെന്നാണ് ഇവിടുത്തെ ഈ തോട്ടോടമയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയോ വന്നു, പിന്നെ ഇവിടെ ഈ ഒരു ചെറിയൊരു ചതുപ്പിൽ അത് കുടുങ്ങിപ്പോയി. കുടുങ്ങിയ ശേഷം അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൊമ്പ് വെച്ചിട്ടാണ് കുടുങ്ങിയത്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ചെറിയ എന്തോ ഒരു ഉളുക്കോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. പെയിൻ കില്ലേഴ്സ് കൊടുത്തു. ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അത് കൊളാപ്സ് ചെയ്തു. അതിനാണ് ഏതായാലും അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടെ ചേരുന്നുണ്ട്. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പുലി ജനവാസ മേഖലയിലെത്തി, കടുവ എത്തിയത് കൊണ്ട് കാൽപ്പാട് കണ്ടു എന്നൊക്കെ പണ്ട് പറയുന്നത്. ഇപ്പോൾ കാട്ടുപോത്ത് ഇങ്ങനെ വന്യജീവികൾ തുടർച്ചയായിട്ട് ജനവാസ മേഖലയിൽ എത്തുന്നത്. വന്യജീവികളുടെ ശല്യം രൂക്ഷമാണ്. ജീവിതമാർഗ്ഗം ആകെ മുട്ടിയിരിക്കുകയാണ് ജനങ്ങളുടെ. പിന്നെ കുരങ്ങ് കാണാൻ മുകളിലുള്ള ആദായങ്ങളൊന്നും കിട്ടിയാല കുരങ്ങ് കാണാനും. കാരണം ആന, കരടിയൊക്കെ വരാറുണ്ട് ഇവിടെ. എല്ലാം കൊണ്ടും ദുസ്സഹമാണ് ജീവിതം, മനുഷ്യരുടെ ജീവിതം. പുലിയും ആനയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പുലി കാട്ടുപോത്ത് ഇപ്പോൾ കുറച്ച് ആദ്യമായിട്ടാണ്. കാട്ടുപോത്ത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുമുണ്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കണ്ടത്. പിന്നെ റോഡിൽ കൂടെ വരുമ്പോഴൊക്കെ കവഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ രാവിലെ ഇതെങ്ങനെ കാണുന്നത്? രാവിലെ ഞാൻ തൊട്ടപ്പുറത്തുള്ളതാണ്. രാവിലെ അവർ ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോഴെങ്ങാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ വീടുതാണ്. ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇവിടെ ചതുപ്പിൽ പെട്ട് നിൽക്കുന്നതാണ് അവർ കണ്ടതെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ അവർ ഉടനെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ തന്നെ എല്ലാവരും എത്തി വണ്ടിയൊക്കെ വിളിച്ച് ചടാന്ന് അവിടുന്ന് കയറ്റി മാറ്റി രക്ഷപ്പെടുത്തുക. അതുതന്നെയാണ്. ഏതായാലും കാട്ടുപോത്തിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തി. പക്ഷേ അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ കാട്ടുപോത്ത് ചത്തു എന്നുള്ളതാണ്.